നമസ്കാരം. NB ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ ഒരുമിച്ച് എല്ലാവരും 21 ദിവസത്തെ സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. ഈ ഒരു ചലഞ്ചിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപേക്ഷിക്കുക എന്നതല്ല, സോഷ്യൽ മീഡിയ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ സോഷ്യൽ മീഡിയ കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കാൻ പഠിക്കാൻ വേണ്ടിയാണ്. ഈ ഒരു ചലഞ്ച് ഞാൻ ഏറ്റെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു വീട്ടമ്മയാണ്. എനിക്ക് 3 കുട്ടികളുണ്ട്. 2 കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടി മാത്രമേ ഉള്ളൂ, അതിനെ നോക്കിയാൽ മതി. പക്ഷെ എനിക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ടൈം കിട്ടുന്നില്ല, ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, അതുപോലെ ഉറക്കം ശരിയാകുന്നില്ല, അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നു. അപ്പം എൻ്റെ മനസ്സിലോർത്തു, ഈ സോഷ്യൽ മീഡിയ ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം തിരിച്ചു കിട്ടുമോ എന്നൊന്ന് നോക്കാമെന്ന് ആലോചിച്ചു. ഈ സോഷ്യൽ മീഡിയ ഡീറ്റോക്സ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു കാര്യത്തിന് ചിലപ്പോൾ വെറുതെ ഇരിക്കുകയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ ഫോണൊന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു കാര്യം നോക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് നമ്മൾ ഷോർട്സ് ഇങ്ങനെ കണ്ടുകൊണ്ട് പോകും. പക്ഷെ അത് മനസ്സിൽ മതി എന്നുണ്ടെങ്കിലും അടുത്തത് എന്താണെന്നുള്ളത് കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയും കൂടി ഇങ്ങനെ കൂടി സ്ക്രോളിങ് നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് തന്നെ തോന്നി, ഞാനൊരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയിട്ട് മാറി തുടങ്ങിയോ എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനും ഓർത്തു, ഒരു 21 ദിവസത്തെ ചലഞ്ച് അല്ലെങ്കിൽ ഒരു 30 ദിവസത്തെ ചലഞ്ചായിട്ട് ഇതൊന്ന് ഏറ്റെടുത്ത് നോക്കാം, അപ്പൊ എങ്ങനെ ഉണ്ടായിരിക്കുമെന്ന്. ഇപ്പൊ ഒരു 10-11 ദിവസം ഞാൻ ചെയ്തു. എനിക്കത് നല്ല മാറ്റം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ നല്ല മാറ്റം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റിയ അത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. ഈ 21 ദിവസവും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഓരോ ദിവസവും ചെയ്യേണ്ട ചലഞ്ച് നമുക്ക് ഓരോ ദിവസമായിട്ട് തന്നെ ചെയ്തു പോകാം. ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ചലഞ്ചുകളൊന്നുമല്ല, ചെറിയ ഒരു ലൈഫിൽ ചെറിയ ചേഞ്ചസ് വരുത്തുന്നതിലൂടെ നമുക്ക് എങ്ങനെ വലിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അതിലൂടെ മനസ്സിലാകുന്നത്. ഓരോ ദിവസവും കൊണ്ടുവരുന്ന ചെറിയ മാറ്റം 21 ദിവസത്തിന് ശേഷം നമുക്ക് നോക്കാം എത്ര വലിയൊരു മാറ്റമാണ് നമ്മളിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന്. ഇന്ന് ഡേ 1 ആണ്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. നിങ്ങളൊന്ന് സ്ക്രീൻ ടൈം ചെക്ക് ചെയ്യുക. അതായത് നിങ്ങൾ ഒരു ദിവസം എത്ര നേരം ഫോണിൽ ചെലവഴിക്കുന്നു എന്ന് ഒന്ന് നോക്കുക. അതിൽ തന്നെ എത്ര സമയം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ചെലവാക്കുന്നു എന്നൊന്ന് നോട്ട് ചെയ്യുക. അപ്പൊ ഇത് കാണുമ്പോൾ നമ്മൾ പേടിക്കും, ഇത്ര സമയം ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നുണ്ടോന്ന് ഓർക്കും. പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്കത് പതുക്കെ കുറച്ച് കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ സ്വയം തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അപ്പൊ നിങ്ങൾ ഇത് സത്യസന്ധമായിട്ട് എത്ര സമയം നിങ്ങൾ ഫോണിൽ ചെലവഴിക്കുന്നു, എത്ര സമയം സോഷ്യൽ മീഡിയയിൽ ചെലവഴിക്കുന്നു എന്നുള്ളത് ഒരു നോട്ട്ബുക്കിൽ സത്യസന്ധമായിട്ട് എഴുതുക. ഇന്നത്തെ ഡേറ്റ് എഴുതുക, ഇന്നത്തെ സ്ക്രീൻ ടൈം എഴുതുക. അതിനുശേഷം 21 ദിവസത്തിന് ശേഷം എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നുള്ളതും കൂടെ എഴുതി വെക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ദിവസം 6 മണിക്കൂർ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അത് 21 ദിവസത്തിന് ശേഷം 2 മണിക്കൂറാക്കി മാറ്റണം എന്നതാണ് എന്റെ ലക്ഷ്യം എന്ന് ഒരു നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതി വെക്കുക. ഓരോ ദിവസവും ഓരോ പേജിൽ എഴുതുകയാണെങ്കിൽ ആ ദിവസം അതിന് ശേഷം നടന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന്റെ താഴെ തന്നെ നോട്ട് ചെയ്യാം, ഒരു ജേർണലിംഗ് പോലെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിലയിരുത്താനായിട്ട് അതൊരു ഗുഡ് ഐഡിയ ആയിരിക്കും. നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി മുൻപോട്ട് നിങ്ങൾക്ക് എവിടെ എത്തിച്ചേരണമെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ആഗ്രഹിക്കാനും അതിന്റെ ആ ചലഞ്ച് ഏറ്റെടുക്കാനും നിങ്ങൾക്ക് കഴിയത്തുള്ളൂ. അപ്പൊ ആദ്യം എന്താണ്, സ്വയം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിഞ്ഞ് കള്ളത്തരം കാണിക്കാതെ സ്വയം നിങ്ങൾ മനസ്സിലാക്കുക, ഇതാണ് നിങ്ങളുടെ പ്രശ്നം, എനിക്ക് 21 ദിവസത്തിന് ശേഷം ഇങ്ങനെയാണ് മാറേണ്ടത് എന്ന് എഴുതുക. അതാണ് നിങ്ങളുടെ ഇന്നത്തെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വലിയ ചലഞ്ചുകളൊന്നും അല്ല ചെയ്യുന്നത്. അതായത് ഫോൺ മാറ്റി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയാസ് മൊത്തം ഡിലീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല. ജസ്റ്റ് നമ്മളെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇതിന്റെ ഉപയോഗം കുറയ്ക്കാനുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഇത് ഞാൻ തന്നെത്താനെ ചെയ്ത കാര്യങ്ങളായതുകൊണ്ട് തന്നെ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ നമുക്ക് ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ സ്ക്രീൻ ടൈം നോട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ഇനി അതിൽ വരുത്തേണ്ട മാറ്റം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. അപ്പൊ നാളെ ഡേ 2 അടുത്ത ചലഞ്ചുമായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇന്നത്തെ ചലഞ്ച് പൂർത്തിയാക്കിയവർ നമ്മുടെ കമന്റ് ബോക്സിൽ ഡേ 1 ഡൺ എന്നിടണം, അല്ലെ കംപ്ലീറ്റഡ് എന്നിടണം, അല്ലെങ്കിൽ ചലഞ്ച് കംപ്ലീറ്റഡ് എന്ന് എന്തെങ്കിലും ഇടാം. അതുപോലെ ഇന്ന് നിങ്ങളുടെ സ്ക്രീൻ ടൈം എത്രയാണെന്നും വേണമെങ്കിൽ നമുക്ക്
ഇടാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ഇടുമ്പോഴത്തേക്ക് അത് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടത്തുള്ളൂ. നിങ്ങളെപ്പോലെ തന്നെ ഈ ഒരു സോഷ്യൽ മീഡിയ ഡീറ്റോക്സിങ്ങിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.